ഞങ്ങൾക്കില്ലാത്ത ധാർമ്മികത CPIM-ന് മാത്രം ഉണ്ടാകണം, ആ ധാർമ്മികതയിൽ എം മുകേഷ് രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത് രാഷ്ട്രീയ മര്യാദയാണുള്ളത് വസന്ത്? അല്ല, നിങ്ങളിപ്പോ മുകേഷിനെ വെള്ളപൂശുന്നത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അപ്പൊ ഇവിടെ ആരോപണ വിധേയനായിട്ടുള്ളവർ ജാമ്യത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ മുകേഷുമായി ബന്ധപ്പെട്ട് ഒരു വെള്ളപൂശലുമില്ല. ഞാൻ ചോദിച്ചത് മുകേഷിന്റെ രാജി, ഇതിലിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാൾ മാത്രമാണല്ലോ MLA, അതുകൊണ്ടാണ് അത് പൊളിറ്റിക്കലി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല വസന്ത്, ഒരിക്കലുമല്ല വസന്ത്, അതിലൊരു വ്യക്തത പറയണം. ഇല്ലെങ്കിൽ നാളെ മുകേഷിന്റെ വാദം വെച്ച് നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന എന്നൊരു തോന്നൽ ഉണ്ടാകും. അങ്ങനെയല്ല, മുകേഷിന്റെ കാര്യത്തിലല്ല, കുറ്റാരോപിതരായ എല്ലാവരുടെയും കാര്യത്തിൽ ഒരേ നിലപാട് മാത്രമേ ഉള്ളൂ. അത് സ്ത്രീപക്ഷ നിലപാടാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അതിൽ ചോദ്യം, ഒരു മിനിറ്റ് വസന്ത്, ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അത് നമ്മുടെ കൂടി ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്, അതുകൊണ്ടാണ്. അതിലെ ചോദ്യം, ഇപ്പോൾ വസന്ത് അതിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ വസന്ത് തന്നെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ സ്വീകരിച്ച നിലപാട് അതിൽ നിന്നും അണുവിട മാറിയിട്ടില്ല, അവിടെ തന്നെയാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് ധാർമ്മികതയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ധാർമ്മികത CPIM-ന് മാത്രം ഉണ്ടാകണം എന്ന് പറയുന്നതിൽ ഒരു മര്യാദ കേടില്ലേ രാഷ്ട്രീയമായി എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ജാമ്യം കിട്ടിയവരെല്ലാം വിശുദ്ധ പശുക്കളാണെങ്കിൽ എല്ലാവരും വിശുദ്ധ പശുക്കളായിരുന്നു. അല്ലാതെ ജാമ്യം മാറ്റി നിർത്തൂ, ജാമ്യം പരിഗണിക്കേണ്ട. ഞാൻ പറയുന്നത് കേസ്, കുറ്റാരോപണം മാത്രം. ഈ ചർച്ചയിൽ ഷുക്കൂർ വക്കീലും ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുകന്യ അടക്കമുള്ളവർ പറഞ്ഞത് മുകേഷ് ജാമ്യം കിട്ടി, ഇനി അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. പ്രതിപക്ഷത്തെ 2 MLA-മാർക്കെതിരെ ഇത്ര വലിയ ഗുരുതരമായ ആരോപണം വന്നിട്ട് നിങ്ങളുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പോലീസ് അതുമായിട്ട് മുമ്പോട്ട് പോട്ടെന്നേ. ഒന്ന്, രണ്ട് അല്ല വസന്ത്, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇതേ സാഹചര്യം തന്നെയായിരുന്നു അവിടെയും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ രണ്ടുപേരും, ഷുക്കൂർ വക്കീലായാലും സുകന്യ ആയാലും ആ കാര്യത്തെ അങ്ങനെ കണ്ടിട്ടില്ല. മാത്രമല്ല ശ്രീ ഷുക്കൂർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അതിന് അങ്ങനെ ഒരു സാധ്യതയില്ല എന്നുള്ളത് അടിവര ഇടുക കൂടി ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. 2, അതിൽ നിന്ന് പൂർണ്ണമായി പോകാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് വസന്ത്. നോക്കൂ, കേസ് എടുത്തിട്ടുണ്ടോ, ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇവിടെ ധാർമ്മികത, ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു MLA രാജിവെക്കണം എന്നുള്ളത് ധാർമ്മികതയാണെങ്കിൽ അതേ ധാർമ്മികത ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷിക്കും ഉണ്ടാകണം എന്നുള്ളതാണ്.